വെള്ളാപ്പള്ളി നടേശൻ ഇലക്ഷന് ശേഷം കൃത്യമായിട്ടുള്ള വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ വിമർശനം ആര്യ രാജേന്ദ്രനെതിരെയാണ്. രണ്ടാമത്തെ വിമർശനം ലീഗിനെതിരെയാണ്. ലീഗിനെതിരെ പറഞ്ഞിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെതിരെ ധാർഷ്ട്യമാണ്, ചെറുപ്പത്തിൻ്റെ അഹങ്കാരമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. ലീഗിനെതിരെ പറഞ്ഞിരിക്കുന്ന മലപ്പുറം പാർട്ടിയാണ്, മാറാട് നടന്നത് ലീഗിൻ്റെ കാലത്താണെന്നൊക്കെയുള്ള നിശിതമായ വിമർശനമാണ്. ലീഗ് വെള്ളാപ്പള്ളിയെ ആക്രമിച്ചതിന് കൃത്യമായ പ്രതിരോധം. പക്ഷെ ആര്യ രാജേന്ദ്രൻ എന്തിനാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ വിമർശിച്ചത്? അത് വെള്ളാപ്പള്ളി നടേശൻ ഇന്നിപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് SNDPക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് വേണ്ടിയോ അല്ല. ഇന്ന് അദ്ദേഹം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് CPMന് വേണ്ടിയിട്ടാണ്. ഇത്തിരിയുടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം വീണ്ടും പിണറായി തന്നെ അധികാരത്തിൽ വരണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പിന്നിലാണ് അദ്ദേഹം ഈ രംഗപ്രവേശം ഈ രീതി ചെയ്തിരിക്കുന്നത്. ആര്യ രാജേന്ദ്രന് വേണ്ടി ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷൻ്റെ ഭരണം ആർക്കും അവിടെ കിട്ടിയത്? LDFനാണ് കിട്ടിയത്, അല്ലേ? അതെ. എന്ന് വെച്ചാൽ CPMനാണ് കിട്ടിയത് അവിടെ. അപ്പോൾ CPM ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, കോർപ്പറേഷൻ്റെ ജനങ്ങൾക്ക് ഒരു പ്രോമിസ് കൊടുത്ത് ഒരു മാനിഫെസ്റ്റോ വെച്ച് അതിന് കിട്ടിയ അംഗീകാരമാണ്. അപ്പോൾ അത് ഏറ്റവും സമർത്ഥമായ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉന്നമനത്തെയും അതിൻ്റെ വികസനത്തെയും ലക്ഷ്യമാക്കുകയാണ് ഫോക്കസ് ആയിരുന്നുവെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും മികവുറ്റ ഒരു സഖാവിനെ മേയറാക്കുമായിരുന്നു. മറിച്ച് CPM അവിടെ വേറൊരു തന്ത്രം എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് ഭരിക്കണം. അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലും അതല്ലെങ്കിൽ അവിടുത്തെ നേതാക്കന്മാരുടെ നിയന്ത്രണത്തിലേക്കും കോർപ്പറേഷൻ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, ഇപ്പം പെൺകുട്ടിയായതുകൊണ്ടോ ആൺകുട്ടിയായതുകൊണ്ടോ കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷേ 21 വയസ്സായ പെൺകുട്ടികളുടെ ജീവിത അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയമാണ്. എന്താണ് ഇതിൻ്റെ ഘടനയെന്ന്, ആ പഞ്ചായത്തിലായെന്നുള്ള നിയമം പോലും ആ കുട്ടി അന്ന് വായിച്ചിട്ടുണ്ടോ സംശയമാണ്. അപ്പോൾ 21ാമത്തെ വയസ്സിൽ അതിനെ കൊണ്ടിരുത്തുകയും അതിലൂടെ CPM തങ്ങളുടെ ഒരു പുരോഗമന സ്വഭാവം പുറത്തേക്ക് വയ്ക്കുകയും വിപ്ലവകരമായ ഒരു കാര്യം മറ്റുള്ളവരിൽ ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, എന്തും വളരെ വിപ്ലവകരമായി ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവച്ചത്. എന്ന് വെച്ചാൽ കോർപ്പറേഷൻ അല്ല CPMൻ്റെ മുമ്പിലൂടെ ഫോക്കസ്, അവിടെ കേന്ദ്ര ബിന്ദുവായത്, മറിച്ച് തങ്ങളുടെ ഇമേജ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു കേന്ദ്ര മുഖ്യ ശ്രദ്ധയിൽ വെച്ചിട്ടാണ് ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്നത്. എന്നിട്ട് ഈ ആര്യ രാജേന്ദ്രനെ കൊണ്ടുവന്നിട്ട് ആര്യ രാജേന്ദ്രനെ 21 വയസ്സായ ആ പെൺകുട്ടിയെ അവിടെ ഇരുത്തിക്കൊണ്ട് 2 ഘടകങ്ങളാണ്. ഒന്ന്, അത് സ്വന്തം നിലയിൽ ഒന്നും ചെയ്യില്ല എന്നറിയാം. പറയുന്നത് എന്താണോ അതേപടി കേൾക്കും. അത് ഈ പെൺകുട്ടി സ്ത്രീ ശാക്തീകരണം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പെൺകുട്ടിയായതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ആധിപത്യം നമ്മൾ പറയുന്നതിനപ്പുറം പോകില്ല എന്നുള്ള ധാരണയും ഈ CPM നേതാക്കന്മാർക്കുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ സ്ത്രൈണത തീരെ ഇല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അതിനകത്ത് സ്ത്രീകൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും അവരും ആണുങ്ങളെ ആയാലേ വരത്തുള്ളൂ. അപ്പോൾ CPMലെ സ്ത്രീകൾ സംസാരിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവരെല്ലാവരും ആ ഒരു ആൺ ശബ്ദമായിരിക്കും. ശബ്ദം സ്ത്രീയുടെ തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ആ ഒരു പറയുന്ന ഡെലിവറി എന്ന് പറയുന്ന രീതി ഒരു CPM സഖാവ് സംസാരിക്കുന്നത്. ആ സഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുംലിംഗമാണ്, സഖിയില്ല അവരുടെ പാർട്ടിയിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ആ സഖാവ് എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങൾ സംസാരിക്കുന്നത് പോലെ ആൺ ചിന്തയിലൂടെ ആണുങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേപോലെ സ്ത്രീകളെ ചിന്തിച്ചെങ്കിൽ മാത്രമേ CPMനകത്ത് സ്ത്രീകളായിട്ടുള്ള നേതാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആര്യ രാജേന്ദ്രന് നേരത്തെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ആ അന്വേഷണം ഏതാണെന്നറിയാമോ? അതായത് KSRTC ബസ്സിൻ്റെ അല്ല, അത് 2ാമത്തെ കേസാണ്. ആദ്യം വേറൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇദ്ദേഹം വളരെ ഈ ഒരു സാധാരണ ഒരു ഈ ആര്യ രാജേന്ദ്രൻ മേയറായപ്പോഴത്തേക്ക് എല്ലാം പാർട്ടി പറയുന്നതനുസരിച്ചല്ലേ ചെയ്യുന്നത്. മേയർ എന്നുള്ള സ്ഥാനത്ത് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാറുണ്ട്, പത്രാസുണ്ട്, ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഗൗൺ ഇടാം, പിന്നെ മുഖ്യാതിഥിയിൽ വരുമ്പോഴത്തേക്ക് താക്കോൽ കൊടുക്കാം, സ്വീകരിക്കാം, വേദികളിലിരിക്കാം, പത്രങ്ങളിൽ വരുന്നു. പിന്നെ 21 വയസ്സിൻ്റെ പേരിലും സ്ത്രീ എന്നുള്ളതിൻ്റെ പേരിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്നു. അതൊക്കെ ആസ്വദിച്ചു പോകുന്നു. ഭരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ കത്ത് കൊടുത്തേക്ക് ഇന്നത് ചെയ്യണം, നിയമന വിവാദം. അപ്പോൾ കുറേ കോൺട്രാക്റ്റിൽ കുറേ ആൾക്കാരെ നിയമിക്കണം, അത് ആരെയൊക്കെ നിയമിക്കണം എന്നുള്ളൊരു ലിസ്റ്റ് തരുമെന്നും പറഞ്ഞിട്ട് ഒരു കത്ത് കൊടുക്കുന്നു.
കത്ത് ഇവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഒപ്പിട്ട് കൊടുത്ത സാധനമാണ്. പക്ഷേ ഇത് പുറത്ത് വന്നപ്പോഴത്തേക്ക് വലിയ വിവാദമായി. അങ്ങനെ വിവാദമായി കഴിഞ്ഞപ്പോഴത്തേക്ക് CPM നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഒടുവിൽ ഇത് അവസാനം ഇത് കൈയൊഴിഞ്ഞ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആര്യ രാജേന്ദ്രൻ്റെ കൈയക്ഷരമല്ല, വ്യാജ കത്താണെന്നും പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മേയറുടെ പേരിൽ വ്യാജ കത്ത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യാജ കത്ത് നിർമ്മിച്ച വ്യക്തിയെ അകത്താക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ ആവശ്യമല്ലേ. അതെ. പക്ഷേ ഇത് പോലീസിനെ അന്വേഷിക്കാൻ വിട്ടിട്ട് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മനസ്സിലായോ? ആ അന്വേഷണത്തോടുകൂടി അത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലൊരു പാവയായിട്ടാണ് ആ കുട്ടിയുടെ മേയറായിട്ട് പ്രവർത്തിച്ചത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ട്, ആണായാലും പെണ്ണായാലും ആത്മാഭിമാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വല്ലാത്ത പ്രതിഷേധവും ദേഷ്യവും രോഷവും ഒക്കെ വരും. അത് മനുഷ്യ സഹജമാണ്. ഒരു പരിധി വരെ മനുഷ്യരെല്ലാവരും ഈ പറഞ്ഞതുപോലെ ഈ കുറച്ച് ചെറിയ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ക്ഷമിക്കും. അത് കഴിയുമ്പോഴേക്ക് ഇതൊരു വല്ലാത്ത ഒരു ആന്തരികമായ ഒരു വിങ്ങലും വേദനയും ഒക്കെ വരും. കാര്യം ഈ രാത്രി പോയി കിടക്കുന്ന സമയത്ത് അറിയാമല്ലോ താൻ എത്രമാത്രം നീതിയോടുകൂടിയാണ് ഇന്ന് പ്രവർത്തിച്ചത്, അതല്ല ഇത് ചെയ്തത് വൃത്തികേടാണ്, ഇത് ശരിയല്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മാത്രമല്ല ഈ കോർപ്പറേഷൻ മേയറായിട്ടിരിക്കുമ്പോൾ അനുഭവങ്ങളും വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും പിന്നെ ഈ കൗൺസിൽ നിയന്ത്രിക്കുകയും ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ ജീവിത അനുഭവങ്ങൾ നേരിട്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ 5 വർഷം കൊണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് വർദ്ധിക്കും. ആ എക്സ്പീരിയൻസ് എന്ന് ചെറിയ കാര്യമല്ല കേട്ടോ. ഓരോ ദിവസവും വൈവിധ്യങ്ങളായ വിഷയങ്ങൾ ഈ മേയർക്ക് നേരിട്ടേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മെച്യൂരിറ്റികൾ വരും. അപ്പോൾ ഒരു പക്ഷേങ്കിൽ ആ 26 വയസ്സിനകത്തുണ്ടാകാവുന്ന ജീവിത സംഗതികളെയൊക്കെ കുറിച്ച് നേരിട്ട് പഠിക്കുകയും കാണുകയും കേൾക്കുകയും ഒപ്പിടാൻ വേണ്ടിയെങ്കിലും ചിലത് വായിച്ചു നോക്കിയാൻ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു കുറേ കാര്യങ്ങൾ പഠിച്ച് വരുന്നതിൻ്റെ ചിന്തയും വർദ്ധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ താൻ ചെയ്യുന്ന വൃത്തികേടാണ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു ആത്മരോഷം ഉണ്ടാകും. കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ മേയറുടെ കാറിനകത്ത് കയറി പോകുന്നു, മേയർ വെച്ച ബോർഡ് വെച്ച് പോകുന്നു, ഇതൊക്കെ വേണമെങ്കിൽ കുറച്ചാളൊക്കെ നമുക്ക് ആഘോഷിക്കാം. പക്ഷേ എങ്കിലും അകത്ത് കയറി നമ്മൾ സ്വന്തമായിട്ട് കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് ഒരു അറപ്പ് തോന്നുന്നു. ഇത് നമ്മളിൽ വിദ്വേഷം ഉണ്ടാകും. ഇത് നേരിട്ട് പാർട്ടി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം അവിടെ നിന്ന് പുറത്താവും, ഇല്ലേ? ഇപ്പോൾ ജില്ലാ സെക്രട്ടറി എടുത്ത് പറഞ്ഞാൽ പുറത്താവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ പിന്നെ ഈ വഴക്കിട്ട് കഴിഞ്ഞിട്ട് ആരുടെടുത്തും പിന്നെ കോപം കാണിക്കാൻ പറ്റത്തില്ലെങ്കിൽ പണ്ടൊക്കെ ഉള്ള ഈ പട്ടി കിടപ്പുണ്ടെങ്കിൽ പട്ടിയെ ചവിട്ടുമല്ലോ, പോടാന്ന് പറഞ്ഞിട്ട് ഒരു ചവിട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ മോങ്ങിക്കൊണ്ട് പോകും. ഈ രോഷം തീർക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലുള്ളൊരു പ്രക്രിയയാണ് ആര്യ രാജേന്ദ്രനിലുണ്ടായത്. അതിൻ്റെ മേയറായിട്ട് സ്ഥാനം ഏറ്റെടുത്തപ്പോഴുള്ള ആര്യ രാജേന്ദ്രൻ്റെ മുഖഭാവവും പിന്നീട് അങ്ങോട്ട് വന്ന സമയത്തുള്ള ഇതിൻ്റെ ഭാവം മാറുന്നതൊക്കെ നോക്കി നമുക്കറിയാൻ പറ്റും. ആ മുഖഭാവത്തിൽ പോലും ആ വ്യത്യാസം, ആ രോഷം, ഉള്ളിലുള്ള രോഷം കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ബഹിർസ്ഫുരണമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആരുടെ പുറത്തെങ്കിലും ഈ ഇതിട്ട് പിന്നെ എന്താ പറയുക രോഷം തീർക്കണം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സംഗതിയാണ് പാളയത്ത് ആ KSRTC ബസ് തടഞ്ഞു നിർത്തി കാണിക്കുന്നത്. അപ്പോൾ അവിടെ അധികാരം എങ്ങനെയെങ്കിലും ഇത് പ്രവർത്തിക്കും. കാരണം എന്ന് വെച്ചാൽ അകത്ത് ശരിക്കും താനൊരു മേയറാണെങ്കിലും പാവയാണെന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ അബോധ മനസ്സിൽ താൻ ഒന്നുമല്ല എന്നുള്ള ഫീലിംഗ് വരും. അപ്പോൾ എന്തെങ്കിലും ആണെന്ന് തെളിയിക്കുക എന്നുള്ള സാധനത്തിന് ഈ രോഷം വരും. മാത്രമല്ല ഈ പാർട്ടിയിൽ കേൾക്കുന്നതും കാണുന്നതും ചെയ്യുന്നതും എല്ലാം നെഗറ്റീവ് പെർസ്പെക്റ്റീവിലൂടെയാണ്. കാര്യം ആ പാർട്ടി ഒരു തങ്ങളുടെ പാർട്ടിയിലില്ലാത്ത എല്ലാവരെയും ശത്രുവായി കാണുന്നൊരു മാനസികാവസ്ഥയാണ്. അപ്പോൾ എന്ത് കേട്ട് കഴിഞ്ഞാലും അതിനെ അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവം. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും. അങ്ങനെ ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഒരിക്കലും നമുക്ക് ദേഷ്യം തോന്നാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടായിപ്പോയ ഒരു അവസ്ഥയുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ 26 വയസ്സേ ഉള്ളൂ, ഇല്ലേ? അപ്പോൾ ഈ 26 ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായ ഒരു പരിണാമമാണ് ആ സംഗതി ഉണ്ടായത്. ഇപ്പോഴും അതിൻ്റെ സംഭാഷണം നോക്കിയാൽ അറിയാം, തനി സഖാക്കന്മാർ സംസാരിക്കുന്നതിൽ സ്റ്റീരിയോ ടൈപ്പായിട്ടാണ്. ഏത് സഖാവ് സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. പ്രതികരിച്ചാൽ പ്രശ്നം, പ്രതികരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾ പ്രതികരിക്കുന്നില്ല എന്നുള്ള ആ ഒരു രീതിയിലൊക്കെയുള്ള സംഭാഷണം. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ ആര്യ എന്നുള്ള സംഗതി അടിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒറിജിനൽ ആര്യ എന്ന് പറയുന്ന ആ യുവതി അടിയിൽ നിന്നുള്ള ഒരു വിളിയുണ്ട്. ആ വിളിയിലാണ് ഈ രോഷമായിട്ട് പുറത്തു വരികയും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു എന്താ പറയുക
അതിനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ധാർഷ്ട്യത്തിൻ്റെ മുഖം പുറത്തേക്ക് വരികയും ചെയ്തത്. ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നത്. മാത്രമല്ല അത് ഈ പാർട്ടിയിൽ കാണിക്കണം, അത് കാണിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ സഖാവാവുകയുള്ളൂ എന്നുള്ളൊരു ധാരണയുള്ളതുകൊണ്ട് അതിനൊരു ലൈസൻസും ഉണ്ട്. അതെ. മനസ്സിലായില്ലേ? അത് ആണ് ആര്യ രാജേന്ദ്രൻ പ്രയോഗിച്ചത്. അതിൻ്റെ ഒരു സർവൈവൽ എൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആര്യ രാജേന്ദ്രൻ ആ രീതിയിൽ മാറിയത്. അപ്പോൾ അത് CPM-ൻ്റെ പുറത്തേക്ക് ആ ഒരു ആരോപണം വരരുത്. ഇത് തിരുവനന്തപുരത്തുണ്ടായതിൻ്റെ മുഴുവൻ അപകടവും ആര്യ രാജേന്ദ്രൻ്റെ ധാർഷ്ട്യം കൊണ്ടാണെന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അവിടെയും രക്ഷപ്പെടുന്നത് ആരാണ്? CPM അല്ലെങ്കിൽ പിണറായി വിജയനും ഒക്കെയാണ്. അതുകൊണ്ട് അതൊക്കെയാണ് പറഞ്ഞത്. പിണറായി വിജയൻ്റെ മനസ്സിലിരിപ്പ്, അതായത് പാർട്ടിക്ക് ദോഷം വരരുത്. ആര്യ രാജേന്ദ്രൻ്റെ പ്രശ്നം കൊണ്ട്, ധാർഷ്ട്യം കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-യുടെ കയ്യിലേക്ക് പോയത് എന്ന് വരുമ്പോൾ പിണറായി വിജയൻ അവിടെ രക്ഷപ്പെടുന്നു, CPM രക്ഷപ്പെടുന്നു, BJP അവിടെ ഭരിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ മനോഹരമായിട്ട് ഒരു ബലിയാടാക്കി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഇഷ്യൂ. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു നമ്മളിത് കാണുന്നില്ല. സാധാരണ ജനങ്ങൾ ഇതിന് ഈ ഒരു ഡയമെൻഷൻ കാണാതെ പോകും. അല്ലേ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ആര്യ രാജേന്ദ്രനെ കുറിച്ചിട്ട് വെള്ളാപ്പള്ളി ഇതെടുത്ത് പറയുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് കൃത്യമായിട്ട് ഒരു ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് പറയുന്നത് മനസ്സിലാക്കണം സാധനം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ CPM-ൻ്റെ ആയുധമായിട്ട് വെള്ളാപ്പള്ളി മാറുകയായിരുന്നു. തീർച്ചയായിട്ടും CPM-ൻ്റെ ലീഡർഷിപ്പിനോ പിണറായി വിജയനോ പരസ്യമായി പറയാൻ പാടില്ലാത്ത, എന്നാൽ അവരുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഉറക്ക കേൾക്കുന്ന അല്ലെങ്കിൽ ഉറക്ക പുറത്തേക്ക് വരുന്ന ശബ്ദവും അതല്ലെങ്കിൽ ആ ഒരു മൗത്തുമാണ് വെള്ളാപ്പള്ളിയുടെ. അതിന് സംശയമില്ല കാര്യം.